എന്തിനാണ് ചില രായ കുടുംബാംഗങ്ങൾ പത്മനാഭൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് വേണം, അത് കോടതിയിൽ പോയി നേടിയെടുത്തത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലേ? നേരത്തെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു, ഒന്നും അവിടെ നിന്ന് ചോർന്നിട്ടില്ല. കോടതി അങ്ങോട്ട് ഏൽപ്പിച്ചുടനെ വാർത്ത വരികയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെയെന്ന് പോലീസ് നിഗമനം. നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടി. സംശയമുള്ള ചിലരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതെ, പത്മനാഭന്റെ സ്വർണം കട്ടെടുത്തു അത്രേ. എത്ര മഹത്തരമായിട്ടുള്ള വിശ്വാസം! പലകുറി പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾ എന്ന നിലയ്ക്ക് അവർക്ക് പത്മനാഭനോടല്ല താല്പര്യം, അവിടെ ഇരിക്കുന്ന സ്വത്തിനോടാണ്. ആ സ്വത്ത് പ്രസാദത്തിനോടൊപ്പം പുറത്തേക്ക് പോവുകയാണ് സ്വർണത്തിൻ്റെ രൂപത്തിൽ. ഒരു 10 വർഷം കൊടുക്കാമെങ്കിൽ ആ ഇരിക്കുന്ന നിധി മുഴുവൻ കട്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും, കുടുംബത്തിലെത്തിക്കൊണ്ടിരിക്കും. ദൈവമല്ല പ്രധാനം ബിഗിലേ, ദൈവമല്ല. ഇപ്പോൾ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള ഒരു സർക്കാർ സംവിധാനങ്ങൾ നികുതിപ്പണം മുടക്കി സുരക്ഷ ഒരുക്കി കൊടുക്കുകയാണ് ഈ സ്വത്തിനെ രക്ഷിക്കാൻ. അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരും എടുക്കണ്ട, ഞങ്ങൾ പയ്യെ പയ്യെ കട്ടുകൊണ്ട് പോയി തിന്നോളാം. CCTV ദൃശ്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പത്മനാഭൻ്റെ പേരും പറഞ്ഞ് ഇവർ വല്ലാതെ വേദനിച്ചിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് രാജാവിന് തൃപ്പടിദാനം കിട്ടിയത്, പത്മനാഭന് തൃപ്പടിദാനം കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും എന്താണ് തൃപ്പടിദാനം? അത് ഈ നാട്ടിലെ ജനങ്ങൾ എന്താണോ ഇന്നത്തെ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദാനം കൊടുക്കുന്നത്, അതുപോലെ ദാനം കൊടുത്തതാണ്. ആ ദാനം കൊടുത്തത് ആ കുടുംബത്തിന് വേണ്ടിയല്ല, നാടിനു വേണ്ടിയാണ്. ആ നാടിനു വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ദാനം ചെയ്തതിനെ ചില പോളിഷ്ഡ് ഭാഷയിലൊക്കെ അവർ തന്നിരിക്കുന്നത് പത്മനാഭന് സമർപ്പിച്ചതാണ്, അത് ഞങ്ങൾക്കുള്ളതാണ് എന്ന നിലയ്ക്കൊക്കെ മോഷ്ടിച്ചു കൊണ്ട് പോകുന്നതാണ് രാജപരമ്പരകളുടെ മഹത്വമെന്ന് ഈ നാട്ടിൽ ചിലർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. കൃത്യമായിട്ട് ഓഡിറ്റ് ഉണ്ടാകും. നേരത്തെ എന്തുകൊണ്ടിത് സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിധി കണ്ടിട്ടല്ല. ആ നിധി എന്ന് പറയുന്നത് ഈ നാടിൻ്റെ സ്വത്താണ്, അല്ലാതെ വീട്ടുകാരുടെയോ രായ കുടുംബങ്ങളുടെയോ സ്വത്തല്ല. ഇതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്കിത് കട്ടും മോഷ്ടിച്ചെല്ലാം തീർക്കാനുള്ളതെന്ന ചിന്താഗതി ഇവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഈ പ്രവൃത്തി നിർബാധം തുടരുന്നത്. അവിടെ രായാവ് ചമഞ്ഞ് നടക്കുന്നതും അതിൻ്റെ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ പത്മനാഭനെ കണ്ടിട്ടല്ലെന്നേ, ആ ക്ഷേത്രത്തിനകത്തുള്ള സ്വത്ത് കണ്ടിട്ട് മാത്രമാണെന്ന് ഇനിയെങ്കിലും നിഷ്കളങ്കരെ നിങ്ങളൊന്ന് വിശ്വസിക്കൂ.